ഇനി നോക്കാം ടെക് ലോകത്തെ വാർത്തകൾ. യുവർ അൽഗോരിതം ഫീച്ചറുമായി ഇൻസ്റ്റഗ്രാം ഉപയോക്താവിൻ്റെ ഫീഡുകളിൽ കാണാൻ താൽപ്പര്യമുള്ള കണ്ടന്റ് മാത്രം തിരഞ്ഞെടുക്കാനുള്ള ഫീച്ചറാണിത്. ഇൻസ്റ്റഗ്രാം ഫീഡിൽ നിങ്ങൾക്ക് എന്ത് കാണണമെന്ന് തീരുമാനിക്കാൻ സാധിക്കുന്ന യുവർ അൽഗോരിതം ടാബാണ് ഇൻസ്റ്റഗ്രാം അവതരിപ്പിച്ചിരിക്കുന്നത്. ഉപയോക്താവിൻ്റെ ഫീഡുകളിൽ ഏത് കണ്ടന്റുകളാണോ അവർക്ക് കാണാൻ താല്പര്യമുള്ളത് അവ മാത്രം തിരഞ്ഞെടുക്കാനുള്ള നിയന്ത്രണം നൽകുന്നതാണ് പുതിയ ഫീച്ചർ. കാണാൻ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള റീലുകൾ തിരഞ്ഞെടുക്കാൻ ഇനി ഉപയോക്താക്കൾക്ക് സാധിക്കും. താല്പര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും താല്പര്യമില്ലാത്തവ വേണ്ടെന്ന് വയ്ക്കാനും സാധിക്കുന്നതാണ് പുതിയ ഫീച്ചർ. ഉപയോക്താക്കൾക്ക് പ്രൊഫൈലിന് മുകളിൽ വലതുവശത്തായി പുതിയ യുവർ അൽഗോരിതം ടാബ് കാണാൻ സാധിക്കും. അതിൽ അവർക്ക് കാണാൻ താല്പര്യമുള്ള റീലുകളുടെ വിവിധ വിഷയങ്ങൾ കാണാനും കഴിയുമെന്നും അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നും ഇൻസ്റ്റഗ്രാം മേധാവി ആദം മൊസേരി പറഞ്ഞു. യുഎസിലാണ് ഈ ഫീച്ചർ ആദ്യമായി അവതരിപ്പിച്ചത്. താമസിയാതെ ആഗോളതലത്തിൽ ഇത് വ്യാപിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജാപ്പനീസ് വാഹന ബ്രാൻഡായ നിസാൻ ഇന്ത്യയിൽ പുതിയ 7 സീറ്റർ ഫാമിലി കാർ അവതരിപ്പിക്കുന്നു. ഒട്ടേറെ പ്രത്യേകതകളുമായാണ് നിസാൻ എത്തുന്നത്. ജാപ്പനീസ് വാഹന ബ്രാൻഡായ നിസാൻ പുതിയ ഫാമിലി കാർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നു. ഡിസംബർ 18 പുതിയ MPV ഔദ്യോഗികമായി അരങ്ങേറ്റം കുറിക്കുമെന്ന് നിസാൻ ഇന്ത്യ സ്ഥിരീകരിച്ചു. റെനോ ട്രൈബറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിസാന്റെ പുതിയ മോഡലിന്റെ ഫീച്ചറുകൾ. ട്രൈബറിനോട് സമാനമായ ഒരു സിലൗട്ടും സ്റ്റാൻസും പുതിയ നിസാൻ MPVക്കുണ്ടാകുമെന്ന് ടീസർ വെളിപ്പെടുത്തുന്നു. പുനർരൂപകൽപ്പന ചെയ്ത ഹെഡ്ലാമ്പുകൾ, ആകൃതിയിലുള്ള ആക്സന്റുകളുള്ള പുതുക്കിയ ബമ്പർ എന്നിവ ഉൾപ്പെടുന്ന ഇതിന്റെ മുൻഭാഗം പൂർണ്ണമായും പുതിയതായിരിക്കും. പുതുതായി രൂപകൽപ്പന ചെയ്ത അലോയ് വീലുകൾ, ഫംഗ്ഷണൽ റൂഫ് റെയിലുകൾ, വ്യത്യസ്തമായി രൂപകൽപ്പന ചെയ്ത ടെയിൽ ലാമ്പുകൾ, പിൻ ബമ്പർ എന്നിവയും ഫാമിലി കാറിൽ വരാൻ സാധ്യതയുണ്ട്. CMF-A പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി നിസാന്റെ 7 സീറ്റർ കാറിൽ റെനോ ട്രൈബറിനെ പോലെ ഒരു ക്യാബിൻ ലേഔട്ടും സവിശേഷതകളും വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 8-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 7-ഇഞ്ച് TFT ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, കൂൾഡ് ലോവർ ഗ്ലോ ബോക്സ്, ക്രൂയിസ് കൺട്രോൾ, പിൻ സീറ്റ് ലൈറ്റിംഗ് തുടങ്ങിയവ ഫീച്ചർ ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കാം. പുതിയ നിസാൻ 7 സീറ്റർ MPVയുടെ വില 5.76 ലക്ഷം മുതൽ 8.6 ലക്ഷം രൂപ വരെ ആയിരിക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വോയിസ് മെയിൽ, മെറ്റ AI ഇമേജുകൾ എന്നിവയുൾപ്പെടെ വൻ മാറ്റങ്ങളുമായി വാട്സാപ്പ്. ഈ സവിശേഷതകൾ അടുത്ത ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ഉപയോക്താക്കൾക്കും ലഭ്യമായി തുടങ്ങും. മെറ്റ AI അപ്ഗ്രേഡുകൾ ഉൾപ്പെടെ കോളുകൾ, ചാറ്റുകൾ, സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ എന്നിവയിൽ വലിയ മാറ്റങ്ങളാണ് വാട്സപ്പ് കൊണ്ടുവരുന്നത്. കുറച്ചുകാലമായി ബീറ്റ പതിപ്പിൽ പരീക്ഷിച്ചുകൊണ്ടിരുന്ന ഈ സവിശേഷതകൾ അടുത്ത ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ഉപഭോക്താക്കൾക്കും ലഭ്യമായി തുടങ്ങും. പുതിയ അപ്ഡേറ്റുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് വോയിസ് മെയിൽ സവിശേഷതയാണ്. ഇനി നിങ്ങൾ ആരെയെങ്കിലും വിളിക്കുകയും അവർ മറുപടി നൽകിയില്ലെങ്കിൽ ഒരു ടാപ്പിലൂടെ ഒരു വോയിസ് അല്ലെങ്കിൽ വീഡിയോ കുറിപ്പ് റെക്കോർഡ് ചെയ്ത് അയക്കാൻ സാധിക്കും. ഇത് വോയിസ് മെയിൽ സംവിധാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പായിരിക്കും. കൂടാതെ വോയിസ് ചാറ്റുകൾക്ക് പ്രതികരണങ്ങൾ നൽകാനുള്ള സൗകര്യവും വരുന്നുണ്ട്. സംഭാഷണം തടസ്സപ്പെടുത്താതെ തന്നെ ലിസ്റ്റിൽ നിന്ന് വേഗത്തിൽ ഇമോജികൾ പങ്കുവയ്ക്കാൻ ഇത് സഹായിക്കും. വാട്സപ്പിന്റെ ഡെസ്ക്ടോപ്പ് പതിപ്പിന് ഒരു പുതിയ മീഡിയ ടാബ് ലഭിക്കുന്നു. ഇത് മാക്, വെബ്, ഡെസ്ക്ടോപ്പ് പതിപ്പുകളിലെ ചാറ്റുകളിലുടനീളം ഡോക്യുമെന്റുകൾ, ലിങ്കുകൾ, മീഡിയ എന്നിവ തിരയൽ എളുപ്പമാക്കും. ലിങ്ക് പ്രിവ്യൂകൾ, പുതിയ സ്റ്റിക്കർ പാക്കുകൾ എന്നിവയിലും ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.